അഭിപ്രായം വ്യക്തമാണ്. ധർമ്മരാജ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ധർമ്മരാജ്, നമസ്കാരം. നമസ്കാരം. ശ്രീ ധർമ്മരാജിന് എന്ത് തോന്നുന്നു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പുറകോട്ട് പോകാൻ എന്തായിരുന്നു കാരണം? അതവരെ കയ്യിലിരിപ്പാണ് സംഭവം. മൊത്തം അഴിമതിയും കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് അടുത്ത നിയമസഭയാകുമ്പോഴേക്കും തിരുത്തും എന്ന് പറയുന്നത് തിരുത്തുവോ ധർമ്മരാജ്? എവിടെ തിരുത്താൻ? ആരും തിരുത്തിയിരുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അത്രയും വിലക്കയറ്റം കൊണ്ടും എല്ലാ രീതിയിലും പൊറുതിമുട്ടല്ലേ. അതെ, എല്ലാ രീതിയിലും ഏതെല്ലാം രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ ധർമ്മരാജിനോട് ചോദിക്കട്ടെ, അപ്പൊ ധർമ്മരാജ് വിചാരിക്കുന്നത് UDF വരുമെന്നാണോ വിചാരിക്കുന്നത്? എല്ലാവരും ഇനി വരാനുള്ളത് UDF ഉള്ളൂ. അപ്പൊ കണ്ണൂർക്കാരനായ K. സുധാകരന് സാധ്യതയുണ്ടോ ധർമ്മരാജ്? പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായാലേ കേരളത്തിലെ മറ്റുള്ള പല കേസുകളും എല്ലാം ലെവലായി കിട്ടും. പല കേസുകളും ഉണ്ടല്ലോ മൂടിക്കെട്ടി കിടക്കുന്നത്. അതെല്ലാം നേരെ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ മറ്റുള്ള രീതിയിലുള്ള ഇതില്ലല്ലോ, എന്താ പറയാ, ഭയമില്ല. ആരുമായിട്ടും ഭയമില്ല. ആരുമായിട്ടും പിന്നെ മറ്റുള്ള പാർട്ടികളായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റോ അല്ല അങ്ങനത്തെ ഉള്ളിലേക്കുള്ള ഒരു ചടവിലിയോ കളിയോ ഒന്നുമില്ലല്ലോ. അപ്പൊ ധർമ്മരാജിന്റെ വീട് എവിടെയാണ് കണ്ണൂർ? ഞാൻ കണ്ണൂർ പാനൂരാണ്. പാനൂർ പക്ഷെ വലിയൊരു ഇടത് കേന്ദ്രമൊക്കെ ആണല്ലോ. എന്നിട്ട് അവിടെ കോൺഗ്രസ് ഉണ്ടല്ലേ അവിടെ? പക്ഷേ UDF കോൺഗ്രസിലുണ്ട്. അവിടെ ലീഗിനും വലിയ സ്വാധീനമുണ്ട് അല്ലേ? ലീഗും കുഴപ്പമില്ല. ഇത് TP കേസെല്ലാം ഒന്നുമില്ലാണ്ടായി പോയത് വല്ല സങ്കടം തന്നെയാണ്. സമയത്ത് തിരുവഞ്ചൂർ സാറുള്ള സമയത്ത് നല്ല രീതിയിൽ പോയതായിരുന്നു. ഒരു കാലഘട്ടം പെട്ടെന്ന് അദ്ദേഹം മാറിയതിനു ശേഷം അല്ല, അത് പ്രതികളെയൊക്കെ ശിക്ഷിച്ചല്ലോ. പ്രതികളെ ശിക്ഷിച്ചു. പക്ഷെ അവരൊക്കെ ഇപ്പൊ പെരോളിൽ ഇറങ്ങി കറങ്ങി നടക്കുകയാണ് അല്ലേ? TP കേസ് പ്രതികളൊക്കെ. പ്രതികൾ അകത്തില്ല, പുറത്താണ്. പ്രതികൾ എന്ന് പറയാൻ പറ്റില്ല. അവര് പ്രതികളല്ല, കുറ്റവാളികൾ. ശിക്ഷിച്ചല്ലോ. അവർ കുറ്റവാളികളെന്നും പറയാൻ പറ്റില്ല. അവര് പുറത്തിറങ്ങി നടക്കുന്നവരുടെ പ്രതികളാ, ടൂറിസ്റ്റുകളാണ്. അവരാ രൂപത്തിൽ നടക്കുന്ന ഇടക്കിടക്ക് ഇങ്ങനെ മടുക്കുമ്പോ ഒന്ന് കുറച്ചു ദിവസം ജയിലിൽ പോയി ഇരുന്നിട്ട് പിന്നെ ഇറങ്ങി നടക്കുകയാണ് അല്ലേ? അപ്പൊ അതിപ്പോ അതിന്റെ ഒരു ഇത് വന്നല്ലോ. ഒരു ഇതിനൊക്കെ ജയിൽ DIG ഒക്കെയാണ് പൈസ വാങ്ങിച്ച ആളുകൾക്ക് ഇതിങ്ങനെ ഇഷ്ടംപോലെ കൊടുക്കുകയാണ്. അതെ, ജയിൽ DIG എന്നുള്ള അദ്ദേഹത്തെല്ലാം വെച്ചാൽ ഇത്രയും വലിയൊരു പോസ്റ്റിൽ നിൽക്കുന്ന വ്യക്തി അതെല്ലാം ചെയ്യുമ്പോൾ താഴേക്കടയിലുള്ള ആൾക്കാരെല്ലാം നിസ്സാര കാര്യത്തിന് സർവീസിന് പുറത്താക്കലും സർവീസിന് ഇൻക്രിമെന്റ്. അതെ, ഞാൻ അതാണ് ചോദിക്കുന്നത്. ഈ അഴിമതിക്കാരെയും ഇതുപോലെ മനുഷ്യരെ അടിക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നവരെയും ഒക്കെ സർവീസിലുണ്ട്. പക്ഷേ ഒരു പാവപ്പെട്ട പോലീസുകാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് അദ്ദേഹത്തെ സർവീസിൽ നീക്കം ചെയ്തെന്നാണ് കേൾക്കുന്നത്. സർവീസ് നീക്കം ചെയ്യാം, പിന്നെ നിസ്സാര കാര്യങ്ങൾ മറ്റുള്ളവർ ഇൻക്രിമെന്റ് കളയാം. ഇതെല്ലാം ഇവരെ ഈ ഓഫീസർ IPS കാരും ഇവരെല്ലാം ഹോബിയാണത്. അതെ, അവർക്ക് ഇത് ചെയ്താൽ അവർക്ക് ഡോർ തുറന്നു കൊടുക്കാനും അവരെ വീട്ടിലെ മറ്റുള്ള പണിയെടുക്കാനുള്ള ആൾക്കാരുള്ളൂ. ശരി, അപ്പൊ ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ നമ്മുടെ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, നമസ്കാരം. 3ാം പിണറായി സർക്കാർ വരുമെന്ന മുഹമ്മദ് മഞ്ചേരിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമോ? എന്നാൽ സാറേ, ഇപ്പൊ അവിടെ സാറിന്റെ അടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ സന്തോഷത്തിലാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കിട്ടി കഴിഞ്ഞതിന് ശേഷം. അവർക്ക് സന്തോഷിക്കാൻ, അവര് ജയിച്ചിട്ടല്ലേ? ജയിച്ചു. ജയിച്ചിട്ട് ആ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്ത് ഇന്ന ആൾക്ക് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാണ് ഇങ്ങനെ കാത്തിക്കുക. അപ്പൊ ശ്രീ മുഹമ്മദ് മഞ്ചേരി പറയുന്നത് 5 മാസം കൂടിയേ ആ സന്തോഷം നീളൂന്നാണോ? അത് 5 മാസം കൂടി ഇങ്ങനെ തീർത്തിട്ട് അതിനൊരു ഉദാഹരണം പറയാൻ പറ്റൂല. അത് പറയണില്ല ഞാൻ. എന്നാലേ അടുത്ത് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത ഈ സർക്കാർ, നാടിന് വികസനം കൊണ്ടുവന്ന ഈ സർക്കാർ, ഈ മറ്റേ മുൻ പറഞ്ഞ മാതിരിയൊന്നല്ല. അവര് തിരിച്ച് അധികാരത്തിൽ വരുന്നത് കാണാം. എന്നാൽ ആര് മുഖ്യമന്ത്രി ആവുമെന്നാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവൂല. ആവില്ലേ? അത് വേറെ ആളുണ്ടാവും. എല്ലാവർക്കും ഒരേ സമയത്ത് ഇങ്ങനെ മുഖ്യമന്ത്രിയായി കൊടുക്കാൻ പറ്റൂല. ഞാൻ വിചാരിച്ചു ശ്രീ മുഹമ്മദ് മഞ്ചേരി ഇടതുപക്ഷക്കാരനായതുകൊണ്ട് 3ാം പിണറായിയെ. അഭിപ്രായമൊന്നുമില്ല എനിക്ക്. ഇടതുപക്ഷ മുഖ്യമന്ത്രി വേറൊരാള് വരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് സാറേ. അത് എനിക്കറിയില്ല. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്ന. ഏതായാലും ശ്രീ മുഹമ്മദ് മഞ്ചേരി ഞാനും ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് 4-5 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ഈ വിഷയം ചർച്ച ചെയ്യാം. ശരത്ത് എന്നോടൊപ്പം ചേരുന്നു, ബാലരാമപുരത്തുനിന്ന്. ശരത്തെ, നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ കാറ്റ് ഒന്ന് മാറി വീശുമോ? എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിലവില് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ അഴിമതിയുടെ ആരോപണത്തിൽ നിൽക്കുന്നു. കോൺഗ്രസിനകത്താണെങ്കിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. BJP വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. ഏത് പാർട്ടിയിൽ നിന്നായാലും നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാവണം, അഴിമതി തുടച്ചു നീക്കണം. ശ്രീ ശരത്ത് ആരുടെ പേര് പറയും? ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ഒരു ഊഹം പറയുന്നതാണ്. ചിലപ്പോ അത് ഒരു അല്ലെങ്കിൽ ആഗ്രഹം പറഞ്ഞാൽ മതി, ഊഹവും പോട്ടെ.
എന്റെ ആഗ്രഹം പറയുകയാണെങ്കിൽ വി ഡി സതീശൻ സാർ ആയാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം വന്നാൽ അഴിമതിയൊക്കെ അവസാനിക്കുമെന്നാണോ ശരത്ത് കരുതുന്നത്? അതെ അതെ, എന്തായാലും ഒരു അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ വന്നാൽ നമുക്ക് നോക്കാം. ശരി, ഓക്കെ ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഇപ്പം നമ്മുടെ പ്രദീപ് ചേരുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ പ്രദീപ്. ഹലോ. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണ് ശരത്ത് പറയുന്നത്. ശ്രീ പ്രദീപിന് അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, അതായത് കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരെന്നല്ല, അവർ വിൽക്കുമോ എന്ന് നമുക്ക് ആദ്യം അറിയണ്ടേ. ജയിക്കില്ല. മുഖ്യമന്ത്രിയെ ആര് വിൽക്കും എന്നാണ് നമ്മൾ അറിയണ്ടേ. എന്നാ അറിയോ, ഇപ്പൊ തൃശ്ശൂര് കേട്ടിരിക്കുന്നത് ഒരു ആളിനെ വിറ്റു, പാർട്ടിക്ക് ഫണ്ടില്ലാഞ്ഞോട് വിറ്റു എന്നാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഓ, അത് ശരി. ആ മേയർ സ്ഥാനം പണപ്പെട്ടി ആര് കൊണ്ടുവരുന്ന അവരുടെ കൗൺസിലർ തന്നെയാ പറയുന്നത് വിറ്റു എന്നാണ്. അത് ശരി. അപ്പൊ ഇവര് മുഖ്യമന്ത്രി വിൽക്കുവോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുമോ? ഓഹോ, ഞാനൊരു പാർട്ടിക്കാരനല്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്ന വ്യക്തിയല്ലേ ഞാൻ. ഈ കോൺഗ്രസിന് അവസരം കിട്ടുമ്പോൾ ഇവര് തന്നെ നശിപ്പിച്ച് കളയുവാണ്. അപ്പൊ അവര് ജയിക്കുമോ യു ഡി എഫ്? എന്താണ് ശ്രീ പ്രദീപ് എന്ന് തോന്നുന്നു? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇവര് നിയമസഭ ജയിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇടതുപക്ഷം തന്നെ വരും? അല്ല, ഇടതുപക്ഷം വരുമെന്നല്ല, ഒന്നെങ്കിൽ 3 മുന്നണിയും ഇല്ലാതെ ഭരിക്കാൻ മേലാതെ വരും. തൂക്ക് മന്ത്രിസഭ തൂക്ക് മന്ത്രിസഭ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു സർവേ. ഓഹോ.